പത്തിരുപത്തെട്ട് വർഷം നീണ്ട സഞ്ചാരത്തിൻ്റെ ഈ യാത്രകൾക്കിടയിൽ നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടില്ലേ? നിങ്ങൾ ചതിവിൽപ്പെട്ടിട്ടില്ലേ? അപകടങ്ങളിൽ പെട്ടിട്ടില്ലേ? പ്രതിസന്ധിയിലായിട്ടില്ലേ എന്നൊക്കെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. പല പ്രതിസന്ധിയുടെ കഥകളും ആണ് ഞാൻ ഈ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിരവധി പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഓരോ യാത്രയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. ഏറ്റവും അവസാനം നടത്തിയ യാത്രയിലും ചില ടെൻഷനുകൾ, സംഘർഷങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റിലുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ 150ാമത്തെ രാജ്യത്തേക്ക് ചെന്ന് കയറി. അതായത് നമീബിയ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തേക്ക്. അതൊരു വലിയ സംഭവമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അത് സംഭവിച്ചത്. 150ാമത്തെ രാജ്യം. 149ാമത്തെ രാജ്യം ബോട്സ്വാനയായിരുന്നു. ഈ ബോട്സ്വാനയിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ വിസയ്ക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് കിട്ടിയില്ല. സിംബാബ്വേയിൽ നിന്ന് ബോട്സ്വാനയുടെ അതിർത്തിയിലെത്തി. അവിടെ തന്നെ അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിൽ, അവിടുത്തെ ഇമിഗ്രേഷനിൽ അവിടെ ചെന്ന് തത്സമയം ആപ്ലിക്കേഷൻ കൊടുത്ത് എക്സ്ട്രാ ഫീസൊക്കെ അടച്ച് ഞങ്ങൾക്ക് വിസ കിട്ടി. ഈ യാത്രയിൽ തന്നെ 150ാമത്തെ രാജ്യത്തൂടെ പോകണം എന്ന് നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ബോട്സ്വാനയിൽ നിന്ന് ചോബി എന്ന് പറയുന്ന നദിക്കക്കരെയുള്ള നമീബിയയിലേക്ക് പോയി. നമീബിയയിൽ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു. ആ കഥകളൊക്കെ പുറകെ വരുന്നുണ്ട്. അവിടെയും അതിർത്തി ചെക്ക് പോയിൻറ്റുകളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പ്രശ്നങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ വിമാന കമ്പനികളുടെ ചില ഷെഡ്യൂളുകൾ മാറിപ്പോവുക, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ യാത്രയിൽ സാധാരണ. പക്ഷേ അതുകൊണ്ടൊന്നും എൻ്റെ ഒരു യാത്രയും ഇതുവരെ മുടങ്ങിയിട്ടില്ല. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കി നമ്മൾ മുമ്പോട്ട് പോവുക ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ കഥ പറഞ്ഞു വന്നിരുന്ന ജർമ്മനിയിലെ യാത്രകളും അതിനുശേഷം ഓസ്ട്രിയയിലേക്ക് വന്ന് വിയന്നയിലെ യാത്രകളൊക്കെ പറഞ്ഞു വന്നിരുന്ന ഈ യാത്രയിലും എനിക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ടായി, ഒരു വലിയ പ്രശ്നമുണ്ടായി. വലിയൊരു തട്ടിപ്പാണോ എന്നെനിക്കറിയില്ലാത്ത ഒരു പ്രശ്നത്തിൽ ഞാൻ പെട്ടു. അത് തട്ടിപ്പാണോ ഒരു അവിചാരിതമായി സംഭവിച്ചൊരു കാര്യമാണോ എന്ന് എനിക്കിന്നും അറിയില്ല. ആ കഥയിലേക്ക് ഞാൻ വരാം. നമ്മളിപ്പോൾ വിയന്നയിലാണ്. വിയന്നയിലെ കുറേ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞാൻ എബി തോമസ് എന്ന് പറയുന്ന എൻ്റെ നാട്ടുകാരൻ്റെ കാറിൽ സീഗ്രോട്ടെ എന്ന് പറയുന്ന ഭൂഗർഭത്തിലെ ഒരു ഗുഹ കാണാൻ പോവുകയാണ്. അവിടെയാണ് 2ാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചിരുന്നത്. രഹസ്യമായി മറ്റ് ശത്രുരാജ്യങ്ങളുടെ ഒന്നും കണ്ണിൽപ്പെടാതെ, ചാരന്മാരുടെ കണ്ണിൽപ്പെടാതെ അവിടെ വെച്ച് നിരവധി യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചു. ഈ ഗുഹയ്ക്കകത്ത് ഭൂമിക്കടിയിലെ ഏതാണ്ട് 60 അടി വരെ താഴെയുള്ള ഭൂമിയുടെ അഗാധതയിലുള്ള ഒരു വലിയ ഗുഹയ്ക്കകത്ത് വെച്ചാണ് ഈ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടേക്ക് പോകണം, ഈ സീഗ്രോട്ടയിൽ പോകണം എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തെക്കുറിച്ച് എബി തോമസും കേട്ടിട്ടുണ്ട്. പക്ഷേ എബി അവിടെ പോയിട്ടില്ല. അങ്ങോട്ട് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എബി വലിയൊരു മാപ്പെടുത്ത് നിവർത്തി കാറിൻ്റെ ആ സ്റ്റിയറിങ്ങിലേക്ക് വിരിച്ചിട്ടിട്ട് നോക്കി, ഇവിടുന്ന് നമ്മൾ ഈ റൂട്ടിൽ കയറി, ആ റൂട്ടിൽ നിന്ന് ഈ റൂട്ടിൽ പോയി, ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്, അന്ന് ഗൂഗിൾ മാപ്പ് എന്നുള്ള കാലമല്ലല്ലോ, മാപ്പ് നോക്കിയാണ് അന്ന് യൂറോപ്യൻ നാടുകളിലും പാശ്ചാത്യരൊക്കെ യാത്ര ചെയ്തിരുന്നത്. പല ഗ്രാമങ്ങൾ പിന്നിട്ടാണ് പോകുന്നത്. ഏതാണ്ട് ഒരു 10-18 കിലോമീറ്റർ വിയന്ന നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം ഈ സീഗ്രോട്ടയിലെത്താൻ. അത് ഉൾനാട്ടില്ല, കുറേ ഉള്ളിലേക്ക് പോകണം നഗരത്തിൽ നിന്ന്. ആരും ശ്രദ്ധിക്കാത്ത ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവമൊക്കെ. അങ്ങനെ കുറേ ഓടി, ഇടയ്ക്കൊക്കെ വെച്ച് വഴി തെറ്റി പോകുന്നു. മാപ്പിൽ നിന്നൊരു എത്തും പിടിയും കിട്ടാതാവുന്നു. ഇടയ്ക്ക് കാറിനടുത്ത് പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങിച്ചെന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്കിതൊക്കെ അത്ഭുതമാണ്. ആദ്യകാല യാത്രകളാണല്ലോ. നമ്മളാണെങ്കിൽ കാറിനകത്തിരുന്നിട്ട് വിളിച്ച് ചോദിക്കുകയല്ലേ ചെയ്യുന്നത്, സീഗ്രോട്ടയിലേക്കുള്ള വഴി എങ്ങോട്ടാ എന്ന്. ഇതങ്ങനെയല്ല. വഴിയിൽ ഒരാളെ കണ്ടാൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിച്ചെന്ന് അയാളോട് വഴിയല്ല ആദ്യം ചോദിക്കുക, വിശേഷമാണ് ചോദിക്കുക. എന്തുണ്ട്, സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കാലാവസ്ഥ ഇന്നെങ്ങനെ, ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കും, ഞാനൊരു സംശയം ചോദിക്കാനാണ് വണ്ടി നിർത്തിയത്. ഇത്രയുമൊക്കെ ആമുഖമായിട്ട് പറയാതെ ഒരു ചോദ്യം ചോദിക്കുക, വഴി ചോദിക്കുന്നവൻ ഒരു സംസ്കാരശൂന്യനായിട്ട് ആ നാട്ടുകാരൊക്കെ കാണുക. ഈ നാട്ടിൽ മാത്രമല്ല, നമ്മൾ ചില അറബി നാടുകളിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ചില നാടുകളിൽ ചെല്ലുമ്പോഴും ഒക്കെ എനിക്ക് അനുഭവമുണ്ട്. ആളുകൾ ആദ്യം സംസാരിച്ച് തുടങ്ങുക വീട്ടുവിശേഷങ്ങളാണ്, നാട്ടുവിശേഷങ്ങളാണ്. അപ്പോൾ എബി ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് 1-2 പേരോടൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് വഴി ഏകദേശം ഒരു ധാരണയായി. അങ്ങനെ ഓടി സീഗ്രോട്ടയുടെ മുമ്പിലെത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പോയി ടിക്കറ്റ് എടുത്തു ഒരു ഇരുമ്പ് ഗേറ്റൊക്കെ കടന്ന് അകത്തേക്ക് ചെല്ലുന്നത് ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറുകയാണ്. ഈ ഗുഹയിലേക്ക് കയറി നടന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഈ നടക്കുന്ന വഴിയിൽ, ഗുഹ തന്നെയാണത്, അതിൻ്റെ അടിയിൽ നിലത്തൂടെ പാളങ്ങളിട്ടിട്ടുണ്ട്. ഒരു 10-70-80 കൊല്ലം മുമ്പത്തെ പാളങ്ങളാണ്. തുരുമ്പ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിന്നും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അങ്ങറ്റം വരെ. ആ പാളത്തിലൂടെ ആയിരുന്നു ഈ ഗുഹയ്ക്കുള്ളിലേക്ക് വിമാനങ്ങളെ അസംബിൾ ചെയ്യാനുള്ള പല ഉപകരണങ്ങളും വിമാനത്തിൻ്റെ ഘടകങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. കൂടാതെ ഈ വിമാനങ്ങളെ അകത്ത് വെച്ച് പണി പൂർത്തിയാക്കി അതും അതിൻ്റെ ചിറകുകളൊന്നും പിടിപ്പിക്കാതെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. പുറത്ത് കൊണ്ടുപോയിട്ടാണ് ചിറകുകളൊക്കെ പിടിപ്പിച്ചിരുന്നത്. ഫൈറ്റർ വിമാനങ്ങളാണ്, യുദ്ധവിമാനങ്ങളാണ്, അല്ലാതെ പാസഞ്ചർ വിമാനങ്ങളായിരുന്നില്ല.
അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു ഗൈഡാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. അവിടെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചിരുന്നു. അവിടെയൊക്കെ ഇപ്പോഴും ചെറിയ ഉപകരണങ്ങളൊക്കെ, വിമാനത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇപ്പോഴും. അതൊരു സ്മാരകം പോലെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഹിറ്റ്ലർ ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് വലിയ തോതിൽ ആകാശാക്രമണം നടത്തിയിരുന്നതാണ്. വിമാനത്തെ വലിയ തോതിൽ ഉപയോഗിച്ചിരുന്നൊരു യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. അങ്ങനെ നമ്മൾ നടന്ന് കുറേ ചെന്ന് കഴിയുമ്പോഴത്തേക്കും താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ഭൂമിക്കടിയിലെ, ഈ ഭൂമിക്കുള്ളിലെ ഈ വലിയ ഗുഹയ്ക്കകത്ത് വലിയൊരു തടാകമുണ്ട്. ഈ തടാകത്തിനകത്ത് ബോട്ടുകൾ കിടക്കുന്നുണ്ട്, ഇലക്ട്രിക് ബോട്ടുകളാണ്. ഇതിനകത്തൊക്കെ വൈദ്യുതി എത്തിയിട്ടുണ്ട്, വെളിച്ചമുണ്ട്. കൂടാതെ അകത്തേക്ക് ശുദ്ധവായു ഇങ്ങോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് നിന്ന് പോയാൽ ഇതിനകത്ത് മനുഷ്യൻ പെട്ടുപോകുന്ന അതിൻ്റെ അർത്ഥം. നമ്മൾ കുറേ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു. ഈ ബോട്ടുകളിൽ കയറി നമുക്ക് ഈ സീഗ്രോട്ടയുടെ തടാകത്തിനകത്തൂടെ യാത്ര ചെയ്യാം. ഈ തടാകത്തിലെ ബോട്ടിലൂടെ പോകുമ്പോൾ ഗൈഡുണ്ട്. ഗൈഡ് ഇടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുള്ള പല ഹോളിവുഡ് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. 3 മസ്കറ്റിയേഴ്സ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ പ്രധാന ഭാഗം മുഴുവൻ ചിത്രീകരിച്ചത് ഈ ഗുഹയ്ക്കകത്ത് വെച്ചിട്ടാണ്. അങ്ങനെ പല ഹോളിവുഡ് സിനിമകളുടെയും യൂറോപ്യൻ സിനിമകളുടെയും ഒക്കെ ഒരു ലൊക്കേഷനായിട്ടും ഈ പ്രദേശം മാറിയിട്ടുണ്ട്. ആ കഥകളെല്ലാം ഗൈഡിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പോകുമ്പം എബി പറഞ്ഞു, ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. ധാരാളം ആളുകൾ വരുന്നൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. പ്രത്യേകിച്ച് ഇന്ന് അവധിയും കൂടി ആയതുകൊണ്ട് വിയന്നക്കാരെല്ലാം അവിടെ വരും. പിള്ളേരുമായിട്ട് വരും, കുടുംബമായിട്ട് വരും. അവിടെ നിരവധി റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെ പോയാൽ വ്യത്യസ്ത ഇനം ഭക്ഷണം കഴിക്കാം. 2, ആ അമ്യൂസ്മെൻറ്റ് പാർക്കിനകത്ത് ഫ്രീ എൻട്രൻസാണ്, ടിക്കറ്റ് എടുക്കണ്ട. നിങ്ങൾ ഏതെങ്കിലും റൈഡിൽ കയറി അതിൻ്റെ മാത്രം പൈസ കൊടുത്താൽ മതി. നമ്മുടെയൊക്കെ നാട്ടിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിനകത്തേക്ക് കയറാൻ തന്നെ ടിക്കറ്റ് എടുക്കണമല്ലോ പലയിടത്തും. കൂടാതെ ഓരോ റൈഡിനും അഡീഷണൽ പൈസയും കൊടുക്കണം. ഇതല്ല, നമുക്ക് ഫ്രീ ആണ്, നാട്ടുകാർക്കൊക്കെ കയറാം. അതെനിക്ക് തോന്നുന്നു സർക്കാർ ഉടമസ്ഥയിൽ മറ്റോ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടേക്കുള്ള വഴിയൊക്കെ എനിക്ക് ഏകദേശം ഒരു സൂചനയൊക്കെ തന്നിട്ട് ഹോട്ടലിൽ ഇറക്കി വിട്ട് എബി പോയി. ഞാൻ ഹോട്ടലിനകത്ത് കയറി ചെന്നു, ബാറ്ററിയൊക്കെ ഒന്ന് ചാർജ് ചെയ്തു. അപ്പോഴത്തേക്ക് മണി ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. ഇനി പയ്യെ ഇറങ്ങാൻ തീരുമാനിച്ച് ക്യാമറയായിട്ട് വീണ്ടും ഇറങ്ങി. ഒരു ഗംഭീരമായ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊന്നാണത്. അത് പൊതു ഉടമസ്ഥതയിലുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക്. വളരെ വിശാലമായൊരു പ്രദേശം മുഴുവനുണ്ട്. അതിരസകരമാണ്. ഗംഭീരമായ നിരവധി റൈഡുകൾ, ജയൻറ്റ് വീലൊക്കെ പോലുള്ള സാധനങ്ങൾ, കൂടാതെ തെറ്റാലി പോലെ ആളെ കയറ്റിയിരുത്തിയിട്ട് തെന്നിച്ച് ആകാശത്തേക്ക് വിടുന്ന ചില ഉപകരണങ്ങൾ. അപ്പോൾ ഇതിനകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നത് കരച്ചിലും നിലവിളിയൊക്കെയാണ്. എന്താ സംഭവം എന്നറിയോ? ഈ കൂറ്റൻ പല ഉപകരണങ്ങളിലും കയറി മുകളിലേക്ക് വിട്ടിട്ട് താഴേക്ക് തിരിച്ചു വരുന്ന ആളുകളുടെ കരച്ചിലാണ് കേൾക്കുന്നത്. കാശ് കൊടുത്ത് കയറി നിലവിളിച്ച് ഛർദ്ദിച്ചിറങ്ങി വരികയാണ് ആളുകൾ. മാതാപിതാക്കളും കുട്ടികളുമായിട്ട് വരുന്നു, രസിക്കുന്നു, ഉല്ലസിക്കുന്നു, അവരുടെ വിശേഷങ്ങൾ കഥ പറയുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുട്ടികളെ ഓരോ റൈഡിൽ കൊണ്ടുപോകുന്നു. ഈ കുട്ടികളും കുടുംബവും എന്നൊക്കെ പറയുന്നതെല്ലാം ഈ നാട്ടിലും ആ നാട്ടിലും ഒക്കെ ഏതാണ്ട് സമാനമാണ്. വികാരങ്ങളെല്ലാം ഒരുപോലെയാണ്. മാതൃത്വം, പിതൃത്വം, അല്ലെങ്കിൽ കുട്ടികളെ അവർ സ്നേഹിക്കുന്ന രീതി, പരിപാലിക്കുന്ന രീതി ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് കഥ മാറും. 18 വയസ്സായി കഴിയുമ്പോൾ ഈ കുട്ടി ഒരു മുതിർന്ന പൗരനെ പോലെ ആവുന്നു. അവനും അവൻ്റെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം കുറച്ച് അകന്നു തുടങ്ങുന്നു. അവൻ സ്വന്തം കാലിൽ നിൽക്കേണ്ട ആളാണെന്ന് തോന്നി തുടങ്ങുന്നു. മാതാപിതാക്കളെ ഇനി ആശ്രയിക്കേണ്ട ആളെന്ന് അവന് തോന്നി തുടങ്ങുന്നു. മാതാപിതാക്കളെ കാണണമെങ്കിൽ ഇനി അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട ആളാണ് താനെന്ന് തോന്നി തുടങ്ങുന്നു. മാതാപിതാക്കളും നീ മുതിർന്നു കഴിഞ്ഞു, ഇനി നീ നിൻ്റെ കാര്യം നോക്കിക്കോളൂ എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. ഈ മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ ഈ മക്കൾ വന്ന് പരിചരിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നേയില്ല. മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നില്ല, മക്കളും അത് സങ്കല്പിക്കുന്നേയില്ല അങ്ങനെ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പ്രായമായവർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ സർക്കാരുകൾ ഒരുക്കി വയ്ക്കുന്നുണ്ട്, ഗവൺമെൻറ്റുകൾ ഒരുക്കി വയ്ക്കുന്നുണ്ട്. അവിടെ നഴ്സിംഗ് ഹോമുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളിൽ അവർ പോകുന്നു. തീരെ വയ്യാതാവുന്നിടം വരെ അവർ വീടുകളിൽ കഴിയുന്നു. തീരെ വയ്യാതായി കഴിഞ്ഞാൽ ഇത്തരം നഴ്സിംഗ് ഹോമുകളിലാണ് ഇവരുടെ പലരുടെയും അവസാന കാലം. അവിടെയൊക്കെ സന്ദർശകരായി ഒരു ബൊക്കയായിട്ടോ കുറച്ച് പലഹാരങ്ങളായിട്ടോ വല്ലപ്പോഴും എത്തുന്ന അതിഥികൾ മാത്രമാണ് ഈ മക്കൾ പലപ്പോഴും. ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇത്തരം സ്ഥലങ്ങളിലെ ഈ കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയാണ്. അതൊക്കെ കണ്ട് ഒരു സന്ധ്യ ആകുന്നിടം വരെ അതിലൂടെയൊക്കെ ചുറ്റി നടന്നിട്ട് ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിൽ ചെന്നു. ഇനി നാളെ രാവിലെ ഞാൻ ഓസ്ട്രിയ വിടുകയാണ്. ഇനി എനിക്ക് പോകേണ്ടത് സ്വിറ്റ്സർലൻഡിലേക്കാണ്. സ്വിറ്റ്സർലൻഡിലൂടെ ദീർഘമായൊരു യാത്രയാണ് പദ്ധതി ഇടുന്നത്. സൂറിക്കിലേക്കാണ് ആദ്യം പോകേണ്ടത്. സൂറിക്ക് എന്നൊക്കെ പറയുന്ന മഹാനഗരം. സൂറിക്കിൽ ചെന്നിട്ട് അവിടെ 2-3 ദിവസം താമസിച്ചുകൊണ്ട് അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ എൻ്റെ പദ്ധതി. സൂറിക്ക് ഏതാണ്ടൊരു മധ്യഭാഗം ആയതുകൊണ്ട് തന്നെ പലയിടത്തേക്ക് നമുക്ക് ടൂറുകൾ പോകാം. സ്വിറ്റ്സർലൻഡിൻ്റെ പല സ്ഥലങ്ങളിലേക്ക്, പല പർവ്വതമുടികളിലേക്ക് പോകണം, മഞ്ഞുമലകളുടെ മുകളിലേക്ക് പോകണം, പല പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഹോട്ടലിൽ മുറി ചെന്നു. യൂറെയിൽ പാസ് എൻ്റെ കയ്യിലുണ്ട്. യൂറോപ്പിലൂടെ മുഴുവൻ സഞ്ചരിക്കാവുന്ന റെയിൽവേ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യാത്ര ചെയ്യാവുന്ന ടിക്കറ്റാണ് യൂറെയിൽ പാസ് എന്ന് പറയുന്നത്.
അതിൻ്റെ കൂടെ ഇവരൊരു ടൈം ടേബിൾ ബുക്കും വലിയൊരു മാപ്പും കൂടെ തരും. ഈ റെയിൽവേ മാപ്പാണത്. യൂറോപ്പിൽ മുഴുവൻ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളുമുള്ള വമ്പനൊരു മാപ്പാണ്. അപ്പോൾ ഈ മാപ്പ് വെച്ച് ഞാനിങ്ങനെ പഠിക്കുകയാണ്. ഓസ്ട്രിയ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു രാജ്യമാണ് ഹംഗറി. ഹംഗറിയുടെ ബുഡാപെസ്റ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായ ചരിത്രമുള്ളൊരു നഗരമാണെന്ന് എനിക്കറിയാം. പെട്ടെന്നാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്, നാളെ രാത്രിയാണ് ഞാൻ സൂറിച്ചിൽ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെ പകൽ യാത്ര ചെയ്ത് രാത്രി അവിടെ ചെല്ലുക, വൈകുന്നേരം അവിടെ ഹോട്ടലിൽ താമസിക്കുക. ആ ഹോട്ടൽ 3-4 ദിവസത്തേക്കുണ്ട്, 3 ദിവസത്തേക്ക് മറ്റോ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടുന്ന് കുറച്ച് കിഴക്കോട്ട് യാത്ര ചെയ്താൽ, സൂറിച്ചിലേക്ക് പോകണമെങ്കിൽ കുറച്ച് പടിഞ്ഞാറോട്ടാണ് പോകേണ്ടതെങ്കിൽ കുറച്ച് കിഴക്കോട്ട് വിയന്നയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഹംഗറിയിലെത്താം. ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ, ട്രെയിനിൽ യാത്ര ചെയ്താൽ ബുഡാപെസ്റ്റ് എന്ന് പറയുന്നവരുടെ തലസ്ഥാനത്തെത്താം. അപ്പോൾ നാളെ ഇത്തിരി നേരത്തെ പുറപ്പെട്ടാൽ നമുക്ക് ബുഡാപെസ്റ്റിൽ പോയിട്ട് പകൽ ബുഡാപെസ്റ്റിലെ കാഴ്ച കണ്ടിട്ട് വൈകിട്ടൊരു ട്രെയിൻ പിടിച്ചാൽ രാത്രിയോടെയോ അല്ലെങ്കിൽ പുലർച്ചയോടെയോ സൂറിക്കിലെത്താം. അപ്പോൾ നമുക്ക് ഒരു രാജ്യവും കൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒരു ഭൂമി, ഒരു രാജ്യത്തിൻ്റെ കാഴ്ചകളും കൂടെ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. ബുഡാപെസ്റ്റ് എന്ന് പറയുന്ന ഒരു ചരിത്ര നഗരത്തേക്കാണ് നമ്മുടെ ക്യാമറയിലാക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴാണ് ട്രെയിനുള്ളത് നോക്കിയപ്പോൾ 8:25 രാവിലെ ഒരു ട്രെയിനുണ്ട്. ഒരു എക്സ്പ്രസ് ട്രെയിനാണ്, അരബോണ എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതേ കയറിയാൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ബുഡാപെസ്റ്റിലെത്തും. പിന്നെ വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കോ മറ്റോ ഒരു ട്രെയിന് സൂറിക്കിലേക്കുണ്ട് ഈ ബുഡാപെസ്റ്റിൽ നിന്ന്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ നമ്മുടെ ഈ സഞ്ചാരത്തിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ദിശകളൊക്കെ മാറിപ്പോകും ചില സമയത്ത്. ഈ ഹോട്ടൽ ബുക്ക് ചെയ്തതിൽ മാറ്റം വരാതെ തന്നെ നമുക്ക് ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പറ്റും. അപ്പോൾ ഈ മാപ്പുള്ളത് കൊണ്ടും ഈ യൂറെയിൽ പാസ് ഉള്ളത് കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് കിടന്നുറങ്ങി, രാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റു. ഞാൻ രാവിലെ ചെക്കൗട്ട് ചെയ്തു. ഹോട്ടൽ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട സുഹൃത്തുക്കളുണ്ട് അവിടെ, പിള്ളേരവിടെയുണ്ട്. അവർ രാത്രി ജോലി കഴിഞ്ഞിട്ട് പകലത്തെ ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയമാണ്. ഞാൻ ചെന്നു, ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ബുഡാപെസ്റ്റിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ സൂറിക്കിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി, ബുഡാപെസ്റ്റിലേക്ക് പോകണം. അപ്പോൾ അവർ പറഞ്ഞു, ഹംഗറി സൂക്ഷിക്കണം കേട്ടോ, വിയന്നെ പോലെയല്ല, ഓസ്ട്രിയ പോലെയല്ല, ജർമ്മനി പോലെയല്ല, അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബാഗൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, ക്യാമറയൊക്കെ ഒന്ന് സൂക്ഷിക്കണം, കാരണം കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉള്ളൊരു രാജ്യമാണ്, പിടിച്ചുപറിക്കാരുണ്ട്, പോക്കറ്റടിക്കാരൊക്കെ ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണം എന്നൊക്കെ ഒരു വാണിംഗ് ഒക്കെ തന്ന് അവർ വിട്ടു. ഞാൻ അവിടുന്ന് വെസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ടാക്സി വിളിച്ചു പോയി. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. കൃത്യം സമയത്ത് തന്നെ അരബോണ എക്സ്പ്രസ് എത്തി. അതിൽ ചെന്ന് കയറി ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ തന്നെ കയറി യാത്രയായി. ഓസ്ട്രിയയുടെ ഉൾഗ്രാമങ്ങളിലൂടെ, കൃഷിയിടങ്ങളിലൂടെ, മനോഹരമായ ഭൂപ്രകൃതിയാണ്. വിയന്നയും ജർമ്മനിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് വ്യത്യാസം നമ്മൾ തിരിച്ചറിയില്ല. പ്രത്യേകിച്ച് ഭാഷയും മനുഷ്യരും പ്രകൃതിയുടെ കാഴ്ചയും ഒക്കെ ഏതാണ്ട് സമാനമാണ്. ഒരു 5-6 സ്റ്റേഷൻ ഓസ്ട്രിയയുടെ കഴിഞ്ഞാൽ പിന്നെ അതിർത്തിയിലേക്ക് എത്തുകയാണ്. അതിർത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഹംഗേറിയൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു, ഹംഗറിയുടെ റെയിൽവേ സ്റ്റേഷൻ. ഇതുവരെ കണ്ട ജർമ്മനിയിലെയോ ഓസ്ട്രിയയിലെയോ റെയിൽവേ സ്റ്റേഷൻ്റെ പകിട്ടോ പൊലിമയോ ഒന്നുമില്ല, കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉണ്ട്. കൂടാതെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ പോലീസുകാരുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ നമ്മൾ ഈ മറ്റ് പല രാജ്യങ്ങളിലും, യൂറോപ്പിൽ, ഈ ഓസ്ട്രിയയിലാവട്ടെ ജർമ്മനിയിലാവട്ടെ, പോലീസുകാരെ എങ്ങും കണ്ടിരുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നുള്ളതല്ലാതെ നമ്മൾ ഒരിടത്തും പോലീസിനെ കാണില്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോലീസുണ്ട്. പല സ്റ്റേഷനുകൾ പിന്നിട്ട് ഏതാണ്ട് ഒരു 11 മണിയായപ്പോഴത്തേക്കും ബുഡാപെസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ ഒരു ചങ്കിടിപ്പുണ്ട്. കാരണം ഈ പോലീസിൻ്റെ സാന്നിധ്യവും ആളുകളുടെ ഒരു പെരുമാറ്റവും ഒക്കെ മറ്റ് യൂറോപ്യൻ നാടുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 89-ലാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനം എല്ലാം തകർന്നടിഞ്ഞ് അതൊരു പുതിയൊരു രാഷ്ട്രമായിട്ട് പ്രശ്നങ്ങളിൽ നിന്ന്, സോവിയറ്റ് യൂണിയനും തകർച്ചയുണ്ടായെന്ന് പറഞ്ഞ പോലെ തന്നെ പ്രതിസന്ധിയുടെ ആഴത്തിൽ നിന്ന് അവർ വീണ്ടും പിച്ച വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഞാനീ പോകുന്ന സമയമായപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 10-14 കൊല്ലമായിട്ടുള്ളൂ ഈ രാജ്യം ഒരു ട്രാൻസ്ഫോം ചെയ്തിട്ട് ഇന്നത്തെ സിസ്റ്റത്തിലേക്ക് മാറിയിട്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇന്നത്തെ ഈ 2025 ഹംഗറി അല്ല, 2002 ഞാൻ അവിടെ ചെല്ലുമ്പം പ്രശ്നങ്ങൾ, പട്ടിണി, പോക്കറ്റടി, മാഫിയകൾ, ഇതെല്ലാം ഉള്ള അസ്വസ്ഥമായൊരു രാജ്യം, അല്ലെങ്കിൽ ഒരു വളർച്ചയിലേക്ക് കാലെടുത്ത് വെച്ച് തുടങ്ങിയിട്ടില്ലാത്തൊരു രാജ്യമാണ്. അപ്പോൾ ഞാനൊരു ചെറിയ പേടിയോടെയാണ് ചെന്നിറങ്ങുന്നത്. പുറത്ത് ബാഗുണ്ട്, കയ്യിൽ ക്യാമറയുടെ ബാഗുണ്ട്, കയ്യിൽ ക്യാമറയുണ്ട്. ഇത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, ക്യാമറ പിടിച്ച് തന്നെയാണ് ഇറങ്ങുന്നത്. ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെല്ലുന്നത്. പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി നിന്നു, രംഗമൊക്കെ ഒന്ന് നിരീക്ഷിച്ചു. പിന്നെ പുറത്തേക്കുള്ള വഴി കണ്ടുപിടിച്ചു. സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടന്നു ചെല്ലുന്നു. അവിടെയൊക്കെ പോലീസുകാരുടെ സാന്നിധ്യമുണ്ട്. ഈ പോലീസുകാരുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി അവർ നിൽക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. അതിനർത്ഥം അവരവിടെ ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെയാണ്. സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ മറ്റ് പല സ്റ്റേഷനിലും കണ്ട പോലെയല്ല, കുറേ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്, നമ്മളെ വിളിക്കുകയാണ്.
വരൂ എൻ്റെ കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ വിളിക്കുന്നത് ടാക്സി വേണമെന്ന് ചോദിച്ചിട്ടാണ്, മറ്റു ചിലർ ഹോട്ടൽ വേണമെന്ന് ചോദിച്ചാണ്, വേറെ ചിലർ അപ്പാർട്ട്മെൻറ്റ് വേണോ, താമസിക്കാൻ അപ്പാർട്ട്മെൻറ്റ്സ് വേണോ, വീട്ടിൽ ഹോം സ്റ്റേ, വീട്ടിലൊരു മുറി തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് ദാരിദ്ര്യത്തിൻ്റെ തൊഴിലില്ലായ്മയുടെ ഒക്കെ എല്ലാ സൂചനയും നമുക്കവിടെ കിട്ടുകയാണ്. ഇവരെയൊക്കെ പിന്നിട്ട് എനിക്ക് വേണ്ടി ആരോ കാറുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണെന്നുള്ള ഭാവത്തിൽ ഞാനിങ്ങനെ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് നടന്നു. കാറുകൾ കിടക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തി. അവിടെ അങ്ങ് വെറുതെ നിന്ന് കുറച്ച് നേരം നമ്മളൊന്ന് പ്ലാൻ ചെയ്യണമല്ലോ, പഠിക്കണമല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അന്നൊരു വൃദ്ധനായൊരു മനുഷ്യൻ, അന്ന് ഒരു 65-70 വയസ്സ് പ്രായം കാണുമായിരിക്കും, അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അതുവരെ ഇവർ ഈ പറയുന്നതൊക്കെ ഇവരുടെ ഭാഷയിലാണ്. ഇംഗ്ലീഷ് അറിയുന്ന അധികം പേര് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, വേർ ആർ യു ഫ്രം? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ഓ, വെൽക്കം ടു ഹംഗറി എന്ന് പറഞ്ഞിട്ട് ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ത്യ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട രാജ്യമാണ്. നിങ്ങൾ യാത്രയുടെ ഭാഗമായിട്ട് വന്നതാണോ അതോ മറ്റെന്തെങ്കിലും തൊഴിലിൻ്റെ ഭാഗമായിട്ട് വന്നതാണോ? ഞാൻ പറഞ്ഞു, ഞാനൊരു ടൂറിസ്റ്റാണ്, ഒപ്പം ഞാനൊരു ടെലിവിഷൻ പ്രോഗ്രാം ഉണ്ടാക്കുന്ന ആളാണ്, ഞാൻ നിങ്ങളുടെ ഒരു ഷോട്ട് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. പിന്നെന്താ എന്ന് പറഞ്ഞ് പുള്ളി ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നു. ഞാൻ പുള്ളിയുടെ ഒരു നല്ലൊരു ഷോട്ടൊക്കെ എടുത്തു. പുള്ളി പറഞ്ഞു, എൻ്റെ പേര് വില്ലി, യു ക്യാൻ കോൾ മീ വില്ലി, നിങ്ങളെ ഈ നഗരത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഞാൻ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, എവിടെയൊക്കെ കൊണ്ടുപോകും? അപ്പോൾ പുള്ളി ചോദിച്ചു, എത്ര ദിവസമുണ്ട് നിങ്ങളിവിടെ? ഞാൻ പറഞ്ഞു, ഒത്തിരി ദിവസമൊന്നുമില്ല, ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ ഈ 11 മണിക്ക് വന്നു, എനിക്കൊരു 3:30-4 മണിയാകുമ്പോഴത്തേക്കും പണി തീർക്കണം, പറ്റുമോ? കാണിക്കാം, നഗരത്തിലെ പ്രധാന കാഴ്ചകളിലേക്കെല്ലാം കൊണ്ടുപോകാം, എനിക്കൊരു കാറുണ്ട്, ആ കാറിൽ പോകാം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്രയാണ് പൈസ വരേണ്ടത്? അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് 50 യൂറോ വേണം. 50 യൂറോ എന്ന് പറയുന്നത് അന്ന് ഇത്തിരി കൂടുതലാണ്. ഞാൻ പറഞ്ഞു, 40 യൂറോയ്ക്കാണെങ്കിൽ സമ്മതിക്കാൻ പറ്റുമോ? പറഞ്ഞു, ശരി, 40 യൂറോ എങ്കിൽ 40 യൂറോ. അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ കാറ്? ഇതാ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കുറച്ച് നടത്തി. അവിടെ ഒരു കാറ് കിടപ്പുണ്ട്, പഴയൊരു കാറാണ്. അപ്പോൾ കാറിലേക്ക് ഞാൻ കയറാൻ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ ബാക്ക് പാക്ക് എടുത്ത് ഞാൻ പിന്നിലെ സീറ്റിലേക്ക് വെക്കാൻ തുടങ്ങി. പുള്ളി പറഞ്ഞു, നോ, സീറ്റേ വെക്കണ്ട, ഈ ബാഗ് നമുക്ക് ഡിക്കിയിൽ വെക്കാം, ഇത് ഇത്തിരി അപകടം പിടിച്ച സ്ഥലമാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം തന്നെ ഈ ബാഗ് എടുത്ത് ഡിക്കിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഡിക്കി പൂട്ടി. പുള്ളി പറഞ്ഞു, നമ്മൾ പലയിടത്തും നിർത്തിയൊക്കെയാണ് പോകുന്നത്, പലയിടത്തും കാറ് പാർക്ക് ചെയ്തിടേണ്ടി വരും, എന്നിട്ട് നിങ്ങളെ കാഴ്ച കാണിക്കാൻ ഞാനിവിടെ ഇറങ്ങി വരേണ്ടി വരും. അങ്ങനെ വരുമ്പം ഈ കാറിൻ്റെ പിൻസീറ്റിൽ ഇങ്ങനെ ഒരു ബാഗ് വെച്ചിരിക്കുന്നത് കാണുന്നത് സേഫല്ല, അതുകൊണ്ടാണ് ഡിക്കിക്കകത്താണെങ്കിൽ ആരും അറിയില്ലല്ലോ, കാണില്ലല്ലോ. അപ്പോൾ എനിക്കൊരു വിശ്വാസം കൂടുതൽ വന്നു ഇദ്ദേഹത്തെ. ഞാൻ മുന്നിലിരുന്നു. ഞങ്ങളിങ്ങനെ കാഴ്ചകളിലേക്ക് സഞ്ചാരം തുടങ്ങുകയാണ്. ഈ ബുഡാപെസ്റ്റ് എന്ന് പറയുന്ന പട്ടണം 2 ഭാഗങ്ങളാണ്. ഈ നഗരത്തിൻ്റെ നടുക്കൂടെയാണ് ഡാന്യൂബ് നദി ഒഴുകുന്നത്. ഈ ഡാന്യൂബിൻ്റെ 2 കരകളിൽ 2 നഗരഭാഗങ്ങളാണ്. നഗരത്തിൻ്റെ സമതലമായ താഴ്വാര ഭാഗത്തുള്ളത് പെസ്റ്റ് എന്ന് പറയുന്ന ഭാഗവും, ഈ നദിയുടെ മറുവശയിൽ ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ബുഡ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബുഡയും പെസ്റ്റും കൂടെ ചേർന്ന 2 നഗരങ്ങൾ ചേർന്ന ഈ നഗരമാണ് ബുഡാപെസ്റ്റ്. ആദ്യം പെസ്റ്റ് ഏരിയയിലൂടെ ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യം പോകുന്നത് ഹീറോ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പം വഴിയൊക്കെ കല്ല് വിരിച്ചതാണ്, കോബിൾ സ്റ്റോൺ എന്ന് പറയുന്ന കല്ല് വിരിച്ചതാണ്. പക്ഷേ ആ കല്ലൊക്കെ ഇളകി തുടങ്ങിയിരിക്കുന്നു. അപ്പം ഈ ഹീറോ സ്ക്വയറിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇദ്ദേഹം കഥകൾ പറഞ്ഞു തുടങ്ങി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹംഗറിയുടെ ചരിത്രം കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ടെലിവിഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചരിത്രമൊക്കെ പഠിച്ചിട്ടായിരിക്കുമല്ലോ ഇറങ്ങുക. ഞങ്ങൾക്ക് ജീവിതം വളരെ കഷ്ടപ്പാടിൻ്റേതായിരുന്നു, നിങ്ങൾ ചരിത്രം കേട്ടിട്ടുണ്ടാവാം. ഒരു 19 കൊല്ലമായി, അരനൂറ്റാണ്ടായി കൂട്ടക്കൊലകൾ, നാടുകടത്തലുകൾ, ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ച ജനമാണ്. എത്രയോ പോരാട്ടങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഒക്കെ ശേഷമാണ് ഇപ്പം ഞങ്ങൾ കഷ്ടിച്ച് നിന്ന് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങളൊന്നും കെട്ടടങ്ങിയിട്ടില്ല. ഈ ഹീറോ സ്ക്വയർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രമുഖരായ വീരന്മാരെ എല്ലാം സ്മരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അതിപ്രൗഢമായ ഒരു സ്ക്വയറാണ്. അവിടെ വലിയൊരു സ്തംഭവും സ്മാരകങ്ങളും ഒക്കെയുണ്ട്. ആ സ്ക്വയറിൽ ഇറങ്ങി നിന്ന് ഷൂട്ടെല്ലാം ചെയ്തു. ഈ ഹീറോ സ്ക്വയറിൽ നിന്ന് യാത്ര തുടരുമ്പോൾ വില്ലി ഇവരുടെ ചരിത്രം കഥയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. 2ാം ലോകമഹായുദ്ധകാലത്ത് ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും, നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ ബുഡാപെസ്റ്റ് നഗരം തന്നെ കൽക്കൂമ്പാരമാക്കി കളഞ്ഞു ജർമ്മൻ സൈന്യം, തകർത്ത് കളഞ്ഞു. അതിനുശേഷം സോവിയറ്റ് യൂണിയൻ ഇങ്ങോട്ട് ഇരച്ചു കയറി. 2ാം ലോകമഹായുദ്ധം അവസാനിക്കുമ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ്റെ പിടിയിലായി ഈ പ്രദേശമാകെ, ഞങ്ങളുടെ ഹംഗറി മുഴുവൻ, ബുഡാപെസ്റ്റ് നഗരമെല്ലാം. പിന്നീട് സോവിയറ്റ് ഭരണത്തിൻ്റെ, സോവിയറ്റ് യൂണിയൻ്റെ ഒരു പാവ സർക്കാരിനെ ഇവർ പ്രതിഷ്ഠിച്ചു. ജനങ്ങളുടെ അഭിപ്രായം ഒന്നും നോക്കിയില്ല. കാരണം ജർമ്മനി തകർത്ത ഈ രാജ്യത്തെ സോവിയറ്റ് യൂണിയൻ 2ാം ലോകയുദ്ധത്തിൻ്റെ അവസാന ഘട്ടമായപ്പോഴത്തേക്കും പിടിച്ചടക്കി. പിന്നെ അവരുടെ കയ്യിലായി ഹംഗറി. അവർക്ക് വേണ്ട ഒരു സർക്കാരിനെ ഇവിടെ ഉണ്ടാക്കി. അത് കുറേ കാലം പ്രശ്നങ്ങളോടെ മുമ്പോട്ട് പോയതിന് ശേഷം 1949 ആയപ്പോഴത്തേക്കും ഇവിടെ ഒരു സോവിയറ്റ് പാവ ഗവൺമെൻറ് അധികാരമേറ്റു. 10 വർഷം മുമ്പോട്ട് പോയി.
10 8 വർഷം മുമ്പോട്ട് പോയി. 1956 ആയപ്പോഴത്തേക്കും ഈ നാട്ടിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു, വിപ്ലവങ്ങൾ ആരംഭിച്ചു. ഹംഗേറിയൻ വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം. ആ വിപ്ലവങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രത്തിലേക്കാണ് നമ്മുടെ ഇപ്പോൾ കാറെത്തുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടിയെത്തുന്നത് അതിമനോഹരമായൊരു കെട്ടിട കോംപ്ലക്സിൻ്റെ മുന്നിലേക്കാണ്. പുരാതനമെന്ന് തോന്നുന്ന ഗംഭീരമായൊരു കെട്ടിട കോംപ്ലക്സ്. അത് ഇവരുടെ പാർലമെൻറ്റ് മന്ദിരമാണ്. അതിനു മുമ്പ് വലിയൊരു സ്ക്വയറുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് കാർ നിർത്തിയിട്ട് പറഞ്ഞു, ഈ സ്ക്വയർ 1956 57 ആ കാലഘട്ടത്തിൽ മുഴുവൻ എല്ലാ ദിവസവും പ്രക്ഷോഭകാരികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. സമര പോരാട്ട വീര്യവുമായിട്ട് വന്ന് നിറഞ്ഞ ആളുകൾ. നിങ്ങൾ ഈ പാർലമെൻറ്റിൻ്റെ നേരെ എതിർവശത്ത് അങ്ങേറ്റത്ത് അപ്പുറത്തൊരു കെട്ടിടം കാണുന്നുണ്ടോ? ഈ സ്ക്വയറിൻ്റെ മറ്റേ വശത്ത് അതായിരുന്നു KGBയുടെ ആസ്ഥാനം. അക്കാലത്ത് KGB എന്ന് പറയുന്നത് സോവിയറ്റ് രഹസ്യ പോലീസ്. ഈ സ്ക്വയറിൽ ആളുകൾ വന്ന് നിറയുമ്പോൾ സോവിയറ്റ് പട്ടാളം അവരെ പൊതിയും, അവരെ ഇവിടുന്ന് തുടച്ചു മാറ്റി തള്ളി മാറ്റാനുള്ള ശ്രമം നടത്തും. അത് വിജയിക്കാതെ വരുമ്പോൾ ആ KGB ആസ്ഥാനത്തിൻ്റെ ജാലകങ്ങളിലൂടെ യന്ത്രത്തോക്കുകൾ ഗർജിക്കും. ഓരോ ദിവസവും 50 60 ആളുകൾ മരിച്ചു വീഴും, നിരവധി ആളുകൾക്ക് പരിക്കേൽക്കും. ആ സമരക്കാർ അന്ന് പിരിഞ്ഞു പോകും, പിറ്റേ ദിവസവും വീണ്ടും വരും. ഇങ്ങനെ ദിവസങ്ങളോളം എല്ലാ മാസവും ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ നടന്നു. ചോരപ്പുഴയായ ഒരു സ്ക്വയറിലാണ് നിങ്ങൾ നിൽക്കുന്നത്. വിപ്ലവം ചോരപ്പുഴ ഒഴുക്കിയ ഒരു സ്ക്വയറിൽ. ആ ഒരു കാലഘട്ടത്തിൻ്റെ തീവ്രതയൊക്കെ ഈ മനുഷ്യൻ പറയുമ്പോൾ അങ്ങേരുടെ കണ്ണുകളിലും വാക്കുകളിലും ഉണ്ട്. ഞാൻ അവിടെ എല്ലാം ചിത്രീകരിച്ചു, ആ കാഴ്ചകളെല്ലാം പകർത്തിയെടുത്തു. വീണ്ടും അവിടുന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. യാത്ര തുടരുമ്പം കാറിനകത്തിരുന്ന് ഇയാൾ വീണ്ടും കഥകൾ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, പിന്നീട് 1960 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഭരണാധികാരികൾ കുറച്ചുകൂടെ ലിബറലാക്കി. വലിയ കടുംപിടുത്തം കൊണ്ട് മടച്ചു പൂട്ടിയ ഒരു അയൺ കട്ടനകത്ത് ഈ ഒരു ഭരണ സംവിധാനം സോവിയറ്റ് ചിന്തയിൽ മാത്രം ഹംഗറിക്കാരെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് തീരുമാനമായപ്പോൾ അവർ ലിബറലായി. ഇവിടുത്തെ ആളുകൾക്ക് പുറത്തേക്ക് പോകാനുള്ള അനുവാദങ്ങൾ കിട്ടിത്തുടങ്ങി. പാശ്ചാത്യ യൂറോപ്പിലേക്കൊക്കെ ആളുകൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. പല വിദേശ ഉൽപ്പന്നങ്ങൾ ഈ നാട്ടിലേക്ക് അനുവദിച്ചു തുടങ്ങി. അങ്ങനെ ചെറിയൊരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ചേരിയുടെ തകർച്ച പൂർത്തിയായ 1980കളുടെ അവസാനമായപ്പോഴേക്കും ഇവിടെയും അത് തകർന്നടിഞ്ഞു. ആ ഭരണ സംവിധാനം തകർന്നു. പിന്നെയാണ് ഇന്ന് കാണുന്ന ഹംഗറിയായി ഇത് മാറുന്നത്. ഈ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വണ്ടി ഓടി ചെല്ലുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ എന്ന് പറയുന്ന കൂറ്റനൊരു ദേവാലയത്തിന് മുന്നിലേക്കാണ്. സെയിൻറ്റ് സ്റ്റീഫൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ഒരു വിശുദ്ധൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലമാണിത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വലിയൊരു കൂറ്റൻ ദേവാലയം. ആ ദേവാലയത്തിനകത്തൊക്കെ കയറി അതിമനോഹരമാണ്. യൂറോപ്പിലെ ദേവാലയങ്ങളൊക്കെ പ്രൗഢമാണ്, നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ളതാണ്, ഗംഭീരമായ ആർക്കിടെക്ചറൽ വിസ്മയമാണ്, കലാപൂർണ്ണതയുള്ള നിർമ്മിതികളാണ്. അതിനകത്തും പ്രത്യേക പുതുമകളൊന്നുമില്ല. അത് നമ്മൾ വിയന്നയിൽ കണ്ടത് ഇതൊക്കെ ഏതാണ്ട് അത്ഭുതകരമായ നിർമ്മിതികളാണ്. അതിനകത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വന്നു. വീണ്ടും വലിയുടെ കാർ ചെന്ന് കയറും. സമയമില്ലല്ലോ, പെട്ടെന്ന് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ സമ്മർ പാലസ്, ഓപ്പറ ഹൗസ്, ഇങ്ങനെയുള്ള പല ചരിത്ര നിർമ്മിതികളൊക്കെ കണ്ട് നമ്മൾ ഇനി ബുഡ ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മൾ ഇത്രയും നേരം പെസ്റ്റിലായിരുന്നു, താഴ്വാരത്തായിരുന്നു. ഇനി നദി ക്രോസ് ചെയ്യണം. അങ്ങനെ മാർഗരറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ചരിത്രമുള്ള ഒരു പാലത്തിലേക്ക് 1800കളുടെ അവസാനം പണിത കൂറ്റനൊരു പാലമാണ്. പക്ഷേ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ബോംബിട്ട് അതും തകർത്തിരുന്നു. പിന്നീട് ഏതാനും വർഷങ്ങൾ കൊണ്ടാണ് പുനർനിർമ്മിച്ചത് പഴയ രീതിയിൽ തന്നെ. ആ പാലത്തിലൂടെ ഡാന്യൂബ് നദിയെ കുറുകെ കടന്ന് നമ്മൾ പോവുകയാണ്. കുന്നിൻ്റെ ചെരുവുകളിലൊക്കെ പുരാതനമായ നിർമ്മിതികളാണ്. ഈ ബുഡ ഭാഗത്ത് ആണ് ഏറ്റവും ക്ലാസിക് നിർമ്മിതികളെല്ലാം ഉള്ളത്. പഴയ കാലത്തെ കൊട്ടാരങ്ങൾ, മ്യൂസിയങ്ങൾ, തിയേറ്ററുകൾ, ഇങ്ങനെ പല നിർമ്മിതികളുണ്ട്. മല കയറി ഞങ്ങളൊരു കോട്ടയുടെ മുകളിലേക്ക് എത്തുന്നു. ഈ മലയുടെ മുകളിൽ മനോഹരമായൊരു കോട്ടയാണ്. സാൻഡ്സ്റ്റോൺ കൊണ്ടുപോകുന്നത് ഒരു പ്രാകൃത കോട്ടയല്ല, നല്ല പെർഫെക്ഷനോട് കൂടി ഒരു കൊട്ടാരത്തിൻ്റെ ശില്പസൗകുമാരി എല്ലാം ഉള്ള മനോഹരമായൊരു കോട്ട. ആ കോട്ടയുടെ മുകളിൽ പോയി വണ്ടി നിർത്തി ഞാൻ അവിടെ ഇറങ്ങി. ഈ കോട്ടയ്ക്കകത്ത് കോട്ടയുടെ മട്ടുപ്പാവുകളുണ്ട്. അവിടെയൊക്കെ ആളുകൾക്ക് പോയി നിന്ന് ഈ താഴ്വാരത്തൂടെ ഒഴുകുന്ന ഈ ഡാന്യൂബ് നദിയെ കാണാം, മറുകരയിലുള്ള പെസ്റ്റ് നഗരത്തെ കാണാം, അവിടുത്തെ നിർമ്മിതികളെല്ലാം കാണാം. മനോഹരമായ വ്യൂ പോയിൻ്റാണ്. കൂടാതെ അവിടെ റെസ്റ്റോറൻറ്റുകൾ, വൈൻ കൊടുക്കുന്ന ഷോപ്പുകൾ, വൈൻ കൊടുക്കുന്ന ചെറിയ റെസ്റ്റോറൻറ്റുകൾ, ഇതൊക്കെ കഴിച്ചിരിക്കുന്ന ആളുകൾ, ഇതൊക്കെ കാണാം. അതെല്ലാം ഷൂട്ട് ചെയ്തു. അവിടുന്ന് അതിനടുത്ത് തന്നെ ഒരു സെൻറ്റ് മത്യാസ് പള്ളിയുണ്ട്. ഈ പള്ളിയും കോട്ടയൊക്കെ ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. ഈ മലമുകളൊക്കെ അതിമനോഹരമായ ഒരു ചരിത്ര സ്ഥലം പോലെ, ഒരു റോമൻ ശില്പ മാതൃകയിൽ പണിത കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു പ്രദേശമാണ്. കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബുഡ കാസിൽ പാലസ് എന്ന് പറയുന്ന കൊട്ടാരത്തിലേക്ക് എത്തുന്നു. വലിയ ചരിത്രമുള്ള 900 വർഷം അവിടെ ഇരുന്നാണ് ഇവിടുത്തെ ചക്രവർത്തിമാർ ഭരിച്ചത്. ഓസ്ട്രിയ ഹംഗേറിയൻ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു കാലത്ത് യൂറോപ്പിലെ ഏറ്റവും പ്രബലമായ രാജ്യമായിരുന്നു. മരിയ തെരേസ എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധയായ ഒരു രാജ്ഞി ദീർഘകാലം ഈ രാജ്യത്തെ ഭരിച്ചത് ഈ കൊട്ടാരത്തിലിരുന്നാണ്. വേൾഡ് ഹിസ്റ്ററിക്കകത്തൊക്കെ ഞാൻ പണ്ട് ഈ മരിയ തെരേസയെക്കുറിച്ചും ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തും വിശാലമായൊരു മുറ്റം. ഈ മുറ്റം വന്ന് നിൽക്കുന്നത് ഈ മലയുടെ വക്കിലാണ്. ആ മുറ്റത്തിൻ്റെ അതിരിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നഗരം മുഴുവൻ കാണാം. മരിയ തെരേസ, അവരുടെ പൂർവികർ ഒക്കെ ഈ രാജ്യത്തെ ഭരിക്കുമ്പോൾ
ബുഡാപെസ്റ്റ് എന്ന് പറയുന്ന അവരുടെ ആസ്ഥാന നഗരത്തെ ഈ മട്ടുപ്പാവിലിരുന്ന് അല്ലെങ്കിൽ ഈ മുറ്റത്തിരുന്ന് എത്രയോ തവണ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവണം. സ്വന്തം രാജ്യം ഇങ്ങനെ വളരുന്നത്, പുരോഗതി പ്രാപിക്കുന്നതൊക്കെ അഭിമാനത്തോടെ ഈ മുറ്റത്തിരുന്ന് കണ്ടിട്ടുണ്ടാവും ഈ ഭരണാധികാരികൾ. ആ മുറ്റത്ത് വെച്ച് എന്തെല്ലാം ചർച്ചകൾ നടന്നിട്ടുണ്ടാവാം, എന്തെല്ലാം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവാം. അതിഗംഭീരമായ ആ മുറ്റം അവിടെ എല്ലാം കണ്ടു. അവിടുത്തെ പല കാഴ്ചകളിലേക്ക് പോയി. പിന്നെ മലയിറങ്ങി നമ്മൾ ചെല്ലുന്നത് ചെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പാലത്തിലേക്കാണ്. ആ പാലത്തിലൂടെ കടന്ന് നമ്മൾ തിരിച്ച് പെസ്റ്റ് ഏരിയയിലേക്ക് എത്തുന്നു. അപ്പോഴത്തേക്കും മണി ഒരു 3:30 ആകാറായി. ഞാൻ പറഞ്ഞു നമുക്ക് യാത്ര അവസാനിപ്പിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ കൊണ്ട് ഇറക്കി വിടാം. നിങ്ങൾക്ക് അതിനടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുന്നൊരു ഭൂഗർഭത്തിലൂടെ ഒരു സബ്വേ ഉണ്ട്. അതിലൂടെ ഇറങ്ങി സ്റ്റേഷനകത്ത് ചെന്ന് കയറാം. ആ സബ്വേക്കകത്ത് മുഴുവൻ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് എവിടെയെങ്കിലും നല്ല ഭക്ഷണം കിട്ടും. ധാരാളം നല്ല റെസ്റ്റോറൻറ്റുകൾ അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. ഭൂമിക്കടിയിലാണത്. അങ്ങനെ വണ്ടി ഓടി ഈ സബ്വേ തുടങ്ങുന്ന ഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ അവിടെ വണ്ടി കൊണ്ട് നിർത്തി എന്നെ ഇറക്കി. അപ്പം 40 യൂറോയാണ് നമ്മൾ സമ്മതിച്ചിരിക്കുന്നത്. ഞാൻ 50 യൂറോ എടുത്തു. എൻ്റെ ചേഞ്ചും ഇല്ലായിരുന്നു. ഞാൻ 50 കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ പുള്ളി ഇങ്ങനെ പോക്കറ്റിലേക്കൊക്കെ തപ്പാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, 10 യൂറോ നിങ്ങൾ കയ്യിൽ വെച്ചോളൂ, നിങ്ങളുടെ സേവനത്തിന് നന്ദി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ വലിയ നന്ദി, സ്നേഹപൂർവ്വം നന്ദിയൊക്കെ പറഞ്ഞു. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. ഇയാൾ കാർ ഓടിച്ച് അങ്ങ് പോയി. ഈ കാറങ്ങ് എടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഓർത്തു ഡിക്കിക്കകത്ത് എൻ്റെ ബാഗ് ഇരിക്കുകയാണ്, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വിളിച്ചു. ഇയാളത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇയാൾ കാറെടുത്ത് നേരെ അങ്ങ് പോവുകയാണ്. ഞാൻ കുറച്ച് നേരം പുറകെ കൂടെ ഓടി. ഇയാൾ കണ്ടില്ല, കണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ അയാൾ ശ്രദ്ധിക്കുന്നില്ല. കാർ അങ്ങ് പോവുകയാണ്, എൻ്റെ കണ്ണിൽ നിന്ന് മറയുകയാണ്. ആ വളവ് തിരിഞ്ഞ് അപ്പുറത്തെ സ്ട്രീറ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്തു ചെയ്യും? അതിൻ്റെ പുറകെ ഇനി ഓടിയിട്ട് കാര്യമില്ല. ഇത് ഇയാൾ മനഃപൂർവ്വം ചെയ്തതാണോ അതോ അബദ്ധം പറ്റിയതാണോ? രണ്ടാണെങ്കിലും എനിക്ക് എൻ്റെ ബാഗ് നഷ്ടമായിരിക്കുന്നു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ പോലീസുകാർ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നല്ലോ. തിരിച്ചങ്ങോട്ട് ചെല്ലാം. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെത്തി. അവിടെ 2-3 പോലീസുകാരുണ്ട്. അപ്പോൾ ഞാൻ പോലീസുകാരനോട് പറഞ്ഞു എൻ്റെ ബാഗ് നഷ്ടപ്പെട്ടു. അയാൾക്ക് ഇംഗ്ലീഷ് തീരെ പിടി കിട്ടുന്നില്ല. അയാൾ എന്നെ കൂടെ വരാൻ പറഞ്ഞു. വന്ന് അവരുടെ ഒരു ഓഫീസുണ്ട്, ഓഫീസിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് വിശദമായിട്ട് ചോദിച്ചു എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ബാഗുമായിട്ട് എൻ്റെ ടാക്സി ഡ്രൈവർ പോയി. അപ്പോൾ അയാൾ ഇരിക്കാൻ പറഞ്ഞു. അയാൾ പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് വേറൊരാളെ കൂട്ടിക്കൊണ്ടുവന്നു. അയാൾക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം. അയാളും ഇത്തരത്തിൽ ടാക്സി ഓടിക്കുന്ന ഒരാളാണെന്ന് പിന്നീട് മനസ്സിലായി. അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ പോലീസുകാരന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു തുടങ്ങി. എൻ്റെ ബാഗ് ടാക്സിയിൽ എന്നെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോയ ആളുടെ കാറിൽ പിന്നിലെ ഡിക്കിയിൽ വെച്ചെന്നും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതെടുത്തു തരാതെ ഇയാൾ കാറുമായിട്ട് ഓടിച്ചു പോയി എന്നുള്ള കഥ പോലീസുകാരനോട് പറഞ്ഞു. പോലീസുകാരൻ കുറച്ച് നേരം ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അയാളുടെ പേരെനിക്കറിയാം, അയാളുടെ പേര് വില്ലി എന്നാണ്. മാത്രമല്ല എൻ്റെ ടേപ്പിനകത്ത് ഇയാളുടെ കാറിൻ്റെ വീഡിയോ ഉണ്ട്, ഇയാളുടെ വീഡിയോയുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ മുതലുള്ള ഷോട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ റീപ്ലേ ചെയ്ത് ആ ഷോട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ ടാക്സിക്കാരനും അയാളെ കണ്ടു. അയാൾ പറഞ്ഞു എനിക്ക് ഇയാളെ അറിയാം. പോലീസുകാരനോട് പറഞ്ഞു എനിക്ക് ഇയാളെ അറിയാം. ഉടനെ അയാളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാളുടെ നമ്പർ ഇയാളുടെ കയ്യിലില്ല. ഈ വില്ലിയെ വിളിക്കാനുള്ള നമ്പർ അയാളുടെ കയ്യിലില്ല. അപ്പോൾ അയാൾ പറഞ്ഞു വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ വരാം. ഇയാളുടെ നമ്പറുള്ള ഒരാളുണ്ട് പുറത്ത്. ഇയാൾ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കുക, ഇയാളെ കാണുന്നില്ല. പോലീസുകാരൻ നിസ്സംഗഭാവത്തിൽ അങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഒരു മേശയുടെ വലിപ്പൊക്കെ തുറന്നിട്ട് അതിനകത്ത് ഒരു ഫോം എടുത്ത് മേശയിൽ എൻ്റെ മുമ്പിലേക്ക് വെച്ചു. അതിൽ അവരുടെ ഭാഷയിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഫില്ലിയാൻ പറഞ്ഞു. പരാതിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഫില്ലിയാൻ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നത് അതിനകത്ത് പേര് നെയിം എന്നൊക്കെ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ കണ്ട് അതൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. വേറെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, അതൊന്നും എനിക്ക് എഴുതാൻ ഫില്ലിയാൻ അറിയില്ല. അയാൾ പറഞ്ഞു അടിയിൽ ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഒപ്പിട്ടാൻ കൊടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എൻ്റെ പുറകിൽ ആളനക്കം. ഞാൻ നോക്കുമ്പോൾ ഈ പോയ ഡ്രൈവറും അയാളുടെ തൊട്ട് പുറകെ നമ്മുടെ വില്ലിയും വരുന്നുണ്ട്. വില്ലിയുടെ തോളിൽ ഈ ബാഗുണ്ട്. വില്ലി കയറി വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു 5-6 തവണ സോറി പറഞ്ഞു. ബാഗ് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു സോറി, ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാനത് മറന്നുപോയതാണ്, എന്നെ തെറ്റിദ്ധരിക്കരുത്. അയാൾ പലതവണ ക്ഷമ പറഞ്ഞു. ബാഗ് എനിക്ക് തന്നു. പോലീസുകാരൻ പറഞ്ഞു ബാഗ് തുറന്നു നോക്കാം എല്ലാം ഉണ്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി. എനിക്കറിയാം ഇതിനകത്തൊന്നും ആവശ്യമുള്ളത് വില്ലിക്കില്ല. വില്ലി വീണ്ടും ക്ഷമ പറഞ്ഞു. എനിക്കപ്പോൾ തോന്നി അയാളും മറന്നുപോയതാവാം, അയാൾക്കും അബദ്ധം പറ്റിയതാവാം. ഞാൻ ബാഗ് ഏറ്റുവാങ്ങി തോളിലിട്ട് ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയമായപ്പോഴത്തേക്കും മണി 4:15 ഇനിയൊരു 3/4 മണിക്കൂറിനകം ട്രെയിൻ വരും. പക്ഷേ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ട്രെയിനിൽ ഭക്ഷണം കിട്ടുമെന്നറിയില്ല. ഞാൻ ഈ പാസേജിലേക്ക് ഇറങ്ങി. അവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി അന്നത്തെ ഉച്ചഭക്ഷണവും അത്താഴവും എല്ലാം ചേർന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ.
സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.